എന്താ ചന്തുക്കുട്ടി? ഒന്നുമില്ല. 2-3 ദിവസമായിട്ട് അച്ഛനെ ഒന്ന് കാണണമെന്ന് വിചാരിക്കുക. എന്താ? അത് എനിക്ക് ക്രിസ്ത്യാനിയാകണം അച്ചോ. വാ 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 മക്കളെ വാ 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 പൊയ്ക്കോ പൊയ്ക്കോ വാ 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 വാ. ആര്? വിജയേട്ടനോ? എന്റെ ഉപ്പായോ നോക്ക്, അളവൊക്കെ ശരിയാന്ന് നോക്ക്. വിജയേട്ടൻ തുന്നിയതല്ലേ, ഇട്ട് നോക്കേണ്ടി ഒന്നും ആവശ്യമില്ല, ഒക്കെ ശരിയായിരിക്കും. അല്ല, എത്ര ഇതിന്റെ കൂലി? തുന്നക്കൂലിയൊക്കെ ഇപ്പൊ കൂടിയതാ. ഓ, അതൊന്നും ഇനി നോക്കണ്ട, ഇനി ഒരു 100 തന്നെ. നോക്കട്ടെ. ശരി, അപ്പൊ കാണാം. കാണാം 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 കാണാം.
നല്ല സാധനം. എന്താ ചന്തുട്ടിയെ സുഖല്ലേ? സുഖം. ിയാമ്പൽ കടം അന്നു നമ്മളൊന്നായിട്ടടടടടടങ്കുതും പൂവെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ. ആ ചന്തുക്കുട്ടിയല്ലേ? എന്താ ചന്തുക്കുട്ടിയെ സുഖല്ലേ? സുഖാണ് ഗുരു. നീ ഇങ്ങനെ കയറൂരിട്ടായിട്ട് നടന്നോ? എങ്ങോട്ടാ? പണിക്ക് പോവുക? ഓ എന്നാ ശരി, പൊയ്ക്കോ. കള്ളും കുടിച്ച് നടക്കത്തിട്ടോ. ഏയ്, ഈ വാഴയിൽ കണ്ണന്റെ വീട് ഏതാ? വാഴയില? വാഴയിൽ മീൻസ് ബനാന കണ്ണൻ. വയൽ കണ്ണ? ഛേ, ദിസ് ഓൾഡ് മാൻ. നിങ്ങൾക്കെന്താ വേണ്ടേ? എ പോർട്ടർ, ഐ മീൻ എ ചുമട്ടുകാരൻ. യു മീൻ തലയിലെടുക്കുന്നവൻ? യെസ് യെസ് യെസ്. ഏ പോർട്ടർ? നിങ്ങൾക്ക് എവിടെയാ പോണ്ടേ? വാഴയിൽ. ആ, വാഴയിൽ കണ്ണന്റെ നാട് വിട്ടുപോയ മകനാഞ്ഞി. യെസ് യെസ്, ഐ ആം രാമൻകുട്ടി. എനിക്കിപ്പോ പോർട്ടർ അല്ല വണ്ടി. യു മീൻ തലയിലെടുക്കുന്നവൻ? യെസ് യെസ് യെസ്. ചന്തുക്കുട്ടിയെ, ഓ അവന്റെ പണ്ടാരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്ത് ഓന്റെ പുരയെ കൊണ്ട് കൊടുക്കഞ്ഞി. ഓൻ പറയുന്നേരാ ഇവിടുന്ന് കണാകണേന്ന് പറയുന്നത്.
ഏയ് ഒന്ന് നിക്കി. ഏ? ഇത് നിങ്ങൾക്ക് തന്നെ അങ്ങ് എടുത്താ പോരെ, ഇതിന് വലിയ കനമൊന്നുമില്ലല്ലോ. അത് ഞാൻ അവരെ മുമ്പിൽ നിന്ന് ഷൈൻ ചെയ്യാൻ പറഞ്ഞതല്ലേ. നോ പ്രോബ്ലം, ഇത് ഞാൻ കൊണ്ടുപോയിക്കോളും. ഏയ് ഞമ്മക്ക് പൈസ ഒന്നും വേണ്ട. എടുക്കാത്ത പണിക്ക് ചന്തക്കുട്ടി പൈസ വാങ്ങാറില്ല. വേണ്ടേ വേണ്ട. ഉപ്പ്. ഒരു ചായ. വിട്ട് വേണ്ട ചന്തുക്കുട്ടിയെ. നിങ്ങൾ ആദ്യം ചായ അടിക്കുന്നു, പിന്നെയല്ലേ പൊട്ട്. അല്ല ചന്തുക്കുട്ടിയെ, എനക്കൊരു പെണ്ണ് കെട്ടിക്കൂടെ? എന്നാ പിന്നെ നേരത്തിനും കാലത്തിനും വെച്ചുണ്ടാക്കി തരുകയും ചെയ്യും. പിന്നെ അതിന് ചന്തുകുട്ടിക്കാരാ പെണ്ണു കൊടുക്കുക. ഏത് നേരവും വെള്ളത്തിലല്ലേ. നിങ്ങളെല്ലാവരും രാവിലെ തന്നെ വെറുതെ മനുഷ്യന്മാരെ മേത്ത് കുതിര കയറുക. ഒന്ന് പോയ ടൈസിൽ. വെറുതെ അവന്റെ വായി കിടക്കണത് കേൾപ്പിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ നിങ്ങൾക്ക്? അവൻ പെണ്ണ് കെട്ടുവോ കെട്ടാതിരിക്കോ കള്ളു കുടിക്കോ എന്തെങ്കിലും ആയിക്കോട്ടെ, അത് നിങ്ങളെ ആരെയും ബാധിക്കുന്ന പ്രശ്നമല്ലല്ലോ. അതാണ് ഏട്ടാ, നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു ബാഗ് കിട്ടിയിട്ടുണ്ടോ? കുറച്ച് നേരത്തെ വന്നപ്പോൾ ഇവിടുന്ന് മിസ്സായതാന്നാ തോന്നുന്നത്. ബാഗൊന്നും ഇവിടെ കിട്ടിയില്ലല്ലോ. ഉസ്, എവിടാ വെച്ചെന്ന് ഒരു പിടിപാടും കിട്ടുന്നില്ല. ഉസ്മാനെ, ഉസ്മാനെ, ഇതെനിക്ക് ഇവിടുന്ന് ഒരു ബാഗ് കിട്ടീനോ? ആടെ ബാഗൊന്നും കിട്ടിയിട്ടില്ലല്ലോ. ഞാൻ നേരത്തെ ചായ കുടിക്കാൻ വന്നപ്പോൾ അവിടെ വെച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ശ്രദ്ധിച്ചില്ല. അത് എവിടാ പിന്നെ പോയത്? എൻ്റെ കയ്യിലൊരു ബാഗ് ഭാസ്കര, ഉണ്ടായിരുന്നു. എടാ ഭാസ്കര, എനക്കാടെ ഒരു ബാഗ് കിട്ടീനാ? കിട്ടിക്കില്ല. ആടില്ല എന്നാന്നല്ലോ പറഞ്ഞേ. മോനെ സെമീറെ ബാപ്പച്ചിയാണ്. മോനെ, എൻ്റെ ബാഗ് കാണുന്നില്ല മോനെ. രാവിലെ ബാങ്കിൽ നിന്ന് എടുത്ത പൈസയാണ് ഫാദറിന് കൊടുക്കാനുള്ളത്. എന്താ ചെയ്യുക? സംഗതി ആകെ കുഴപ്പമായല്ലോ. എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ആ ആ ആ അത് തന്നെ. ശരി ശരി ശരി. ആ ഓക്കെ, മോൻ ഏർപ്പാട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ കള്ളത്തിലും പറഞ്ഞതായിട്ട് ഫാദർ വിചാരിക്കും. എങ്ങനെയെങ്കിലും പൈസ ശരിയാക്കണം. പോയത് പോയി. 5 ലക്ഷം വേഗം ശരിയാക്കണം. കാരണം ഞാൻ ഉറപ്പ് കൊടുത്തതാ, കേട്ടോ? സാറേ, കളഞ്ഞു കിട്ടിയ ഒരു ബാഗുമായിട്ട് ഒരാൾ പുറത്തു വന്നിരിക്കുന്നു. വരാൻ പറയൂ. സർ, ആ, എവിടെ നിന്ന് കിട്ടി നിനക്കേ ബാഗ്? വഴിയിൽ നിന്നാണ് സർ. എത്ര രൂപയുണ്ടെന്നറിയോ? അറിയില്ല, കുറേ പൈസ ഉണ്ടെന്നാ തോന്നുന്നത്. എന്താ നിന്റെ ജോലി? ചുമട്ട് പണിയാ സർ. ബാഗ് ഇവിടെ വെച്ചോ. ഓ. പേരും മേൽവിലാസവും പറഞ്ഞിട്ട് പോയിക്കോ. ഓ, ഒരു മിനിറ്റ്. നിന്റെ ഈ സത്യസന്ധതയെ ഞാൻ അഭിനന്ദിക്കുന്നു. നമസ്കാരം ഫാദർ. നമസ്കാരം. എപ്പോഴെത്തി മകൻ ഖത്തറിൽ നിന്ന്? 3 ദിവസമായി ഫാദർ. ബാപ്പേൻ്റെ വിളിയും വന്നു. എന്തായാലും പരിപാടിക്ക് എത്തണമെന്ന്. വെരി ഗുഡ്. ഇത്തരം പുണ്യപ്രവൃത്തികളിൽ പങ്കെടുക്കുന്നത് തന്നെ മഹാഭാഗ്യമാണ്. നിങ്ങൾക്ക് നല്ലത് വരട്ടെ. ഇതിൽ 5 ലക്ഷമുണ്ട് ഫാദർ. ഈ പണത്തിന് പിന്നിൽ ഒരു കഥയുണ്ട്. എന്തു പറ്റി? പണവുമായി വരുന്ന വഴിയിൽ ബാഗ് നഷ്ടപ്പെട്ടു. ഏതോ ഒരു മനുഷ്യസ്നേഹി അത് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു. മഹാഭാഗ്യം. നേരും നിറയുമുള്ള മനുഷ്യസ്നേഹികൾ ഇപ്പോഴും ഉണ്ടെന്നുള്ളതിന് ഉത്തമ ഉദാഹരണം. ആരാണ് അയാൾ?
അമ്മമ്മേ ചന്തുവാ കേറി വന്നോളി, ഇതന്നെയാ വീട്. എന്താ വിജയേട്ടാ, പൈസ വല്ലതും കുറവുണ്ടോ? ഇല്ല ഇല്ല, പൈസയൊന്നും കുറവില്ല. ചന്തുക്കുട്ടിയുടെ ഈ സത്യസന്ധതയെ അഭിനന്ദിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ എല്ലാവരും വന്നത്. അഭിനന്ദിക്കാനോ? അതൊന്നും വേണ്ട. എല്ലാരും ചെയ്യുന്നതേ ഞാനും ചെയ്തിട്ടുള്ളൂ. ഞമ്മക്കെന്തിനാ ആരാൻ്റെ പൈസ? കൈക്കും കാലിനും ആവതുള്ളിടത്തോളം കാലം നയിച്ചു ജീവിക്കണം, അതേ ഞമ്മക്കുള്ളൂ. നിന്റെ ഈ സന്മനസ്സിനാണ് ഞങ്ങൾ തരുന്ന പാരിതോഷികം. പാരിതോഷികോ? അതൊന്നും ഇനി ഞമ്മക്ക് വേണ്ട. പാരിതോഷികം നീ സ്വീകരിക്കുകയില്ലെന്ന് വിജയൻ പറഞ്ഞ് ഞങ്ങൾ അറിഞ്ഞു. പക്ഷേ ഞങ്ങൾ നിനക്ക് നൽകുന്ന പാരിതോഷികം ജീവിതമാണ്. ജീവിതോ? അതെ, ജീവിതം. നിന്റെ സുഖത്തിലും ദുഃഖത്തിലും പങ്കാളിയാവുന്ന ഒരു ജീവിത സഖി. അയ്യേ, അതൊന്നും ഇനി ഞമ്മക്ക് വേണ്ട. നമ്മുടെ കൂടെ ഒരുത്തി നിൽക്കൂലെന്ന്. അതെന്താ, മുമ്പ് നിന്റെ കൂടെ നിന്നിട്ട് ആരെങ്കിലും പോയി കളഞ്ഞ അനുഭവം ഉണ്ടോ? പള്ളിയിൽ വെച്ച് 20 അനാഥ പെൺകുട്ടികളുടെ വിവാഹം നടത്തുന്നുണ്ട്. അതിലൊരാളെ നിനക്ക് കല്യാണം കഴിപ്പിച്ചു തരാനാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അതൊന്നും എനിക്ക് പറ്റൂലെന്ന്. ഡാ പോത്തെ, കയറി വന്ന മഹാലക്ഷ്മിയെ തൂത്തെറിയണ്ട. ജന്മത്തിൽ ഒരുത്തനും നിനക്ക് പെണ്ണ് തരൂല. ഇതൊരു ചാൻസാ. വെള്ളമടിച്ച് നടക്കുന്ന ഒരുത്തന് ആരാ പെണ്ണ് തരിക? ഇവര് താല്പര്യം എടുത്തോണ്ടാ. വിജയേട്ടാ, എന്റെ കൂടെ ഒരുത്തി നിൽക്കൂലെന്ന്. നിക്കോന്നുള്ളത് വന്നാലല്ലേ പറയാൻ പറ്റൂ. എന്നെ കൊന്നാലും ഇത് ശരിയാവൂല. എന്താ ശരിയാവാത്തേ? ഓനോട് ഞാൻ പറയാ. ചന്തക്കുട്ടിയെ ഇങ്ങോട്ട് വാ. നിനക്കെന്താ പെണ്ണ് കിട്ടിയാല്? നീ അവര് പറയും പോലെ നിന്നാ നിനക്ക് എന്നാ ഗുണം? പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? മറുത്തൊന്നും പറയണ്ട. പരമ്പര നിലനിർത്തുക എന്നുള്ളത് ഏതൊരു ജീവിയുടെയും ധാർമ്മികതയാണ്. ഗുരു പറയുന്നത് പോലെ. ഓ, ചന്തുക്കുട്ടി എല്ലാറ്റിനും തയ്യാറാ. കളഞ്ഞു കിട്ടിയ 5 ലക്ഷം രൂപ തിരിച്ചേൽപ്പിച്ച് ചുമട്ടുകാരൻ മാതൃകയായി. കൊയിലാണ്ടി, ചേമഞ്ചേരി. കളഞ്ഞു കിട്ടിയ 5 ലക്ഷം രൂപ ഉടമസ്ഥന് തിരിച്ചേൽപ്പിച്ച് കൊളക്കാട് സ്വദേശി ചന്തുക്കുട്ടി പോലീസിൻ്റെയും നാട്ടുകാരുടെയും പ്രശംസയ്ക്ക് പാത്രമായി. സമൂഹ വിവാഹത്തിന് സംഭാവന നൽകാനായി കൊണ്ടുപോവുകയായിരുന്ന തുക കൊടുവള്ളി സ്വദേശി മനോഹരി ജ്വല്ലറി ഉടമ സലീം ഹാജിയുടേതായിരുന്നു. ചന്തുക്കുട്ടി ആരോരുമില്ലാത്ത അവിവാഹിതനായ, സ്വന്തമായി നല്ലൊരു വീട് പോലുമില്ലാത്ത ദരിദ്രനാണ്. സലീം ഹാജി പാരിതോഷികമായി കൊടുത്ത 25,000 രൂപ നിരസിക്കുക മാത്രമല്ല, മാധ്യമങ്ങളിൽ വാർത്തയാക്കാനും ഫോട്ടോ എടുക്കാനും കൂട്ടാക്കിയുമില്ല. മോളെ വിനയെ, അവന് നിന്റെ ഇരട്ടിയിലധികം പ്രായമുണ്ട്. പോരാത്തതിന് ഒരു മുരടനാണെന്നും കേൾക്കുന്നു. ആ മുരുടനിൽ സന്മനസ്സുള്ള ഒരു മനുഷ്യനെ ഞാൻ കാണുന്നു അച്ചോ. ശരി, ആവേശം പലപ്പോഴും അപകടങ്ങളാവും ക്ഷണിച്ചു വരുത്തുക. ഞാൻ പറഞ്ഞെന്ന് കരുതി വിനയെ. വളരെ ആലോചിച്ചെടുത്ത തീരുമാനമാണ് അച്ചോ. എനിക്ക് അയാളും മതി. അയാളും ഒരു അനാഥനല്ലേ? ശരി, നീ പറയുന്നത് പോലെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. സന്തോഷായി അതുകുട്ടിയെ.
ചന്തുക്കുട്ടി, ഇതെൻ്റെ മകളാ. ഇവളെ നീ കരയിക്കരുത്. എൻ്റെ ജീവന് തുല്യം ഞാൻ ഇവിടെ നോക്കിക്കോളാം അച്ചോ. അത് മതി. എനിക്ക് നിന്നെ വിശ്വാസമാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം കൂട്ടിച്ചേർക്കുന്നത് പലപ്പോഴും നമ്മളുടെ കണക്ക് കൂട്ടലുകൾക്കപ്പുറമാണ്. അള്ളാഹു നിങ്ങൾക്ക് നല്ലത് വരുത്തട്ടെ. ആമീൻ. ഞങ്ങൾ ഹാപ്പിയായി. ഈശ്വരാ, നീ എത്ര കനിവുള്ളവൻ. ഞമ്മളെ ചായപ്പീടിയിൽ ഒരു കസ്റ്റമർ പോയി കിട്ടി. എന്നാലും വേണ്ടിയില്ല, ചന്തുക്കുട്ടി കല്യാണം കഴിച്ചല്ലോ. നന്നായി വരും, നന്നായി വരും. എനിക്ക് നന്നായി വരും കേട്ടോ. ഇപ്പോഴോ ചന്തുക്കുട്ടി, അന്ന് ഞാൻ പറഞ്ഞ കാര്യം ഇപ്പൊ യാഥാർത്ഥ്യമായല്ലോ. ഞങ്ങൾ പോട്ടെ അച്ചോ. അങ്ങനെയാവട്ടെ, നന്നായി വരും. ഉസ്മാനിക്ക പോട്ടെ. ചന്തുക്കുട്ടിയെ, എനക്കിപ്പോ ഞമ്മളെ ചായ ഒന്നും പിടിക്കൂലല്ലേ? ഇപ്പൊ വലിയ ആളായി പോയില്ലേ? എന്താ ചന്തുക്കുട്ടി? ഒന്നുമില്ല, 2-3 ദിവസമായിട്ട് അച്ഛനെ ഒന്ന് കാണണമെന്ന് വിചാരിക്കുക. എന്താ? അത് എനിക്ക് ക്രിസ്ത്യാനിയാവണം അച്ചോ. ആയിക്കോട്ടെ, ചന്തുക്കുട്ടിക്ക് ക്രിസ്ത്യാനി ആവാമല്ലോ. ആട്ടെ, ചന്തുക്കുട്ടി എന്തിനാ ക്രിസ്ത്യാനി ആവുന്നത്? ക്രിസ്തു മതത്തോട് എനിക്കിഷ്ടാച്ചോ. ആയിക്കോട്ടെ, ഇഷ്ടപ്പെടാൻ ആ മതത്തിലേക്ക് തന്നെ വരണമെന്നില്ലല്ലോ. നിന്റെ മതത്തിൽ നിന്നുകൊണ്ട് തന്നെ ക്രിസ്തു മതത്തെയും ഇസ്ലാം മതത്തെയും ഒക്കെ ഇഷ്ടപ്പെടാലോ, സ്നേഹിക്കാലോ. എന്നാലും എനിക്കൊരു ജീവിതം കിട്ടിയതും വിനയക്കൊരു ജീവിതം കിട്ടിയതും ഇവിടുന്നല്ലേ അച്ചോ. വിനയ് ഇത്രയും കാലം ഇവിടെ ജീവിച്ചിട്ടും അവളെ ഞങ്ങൾ മതം മാറ്റിയില്ല. എന്താ കാര്യം? ചന്തുക്കുട്ടിക്ക് നിലവിലൊരു മതമുണ്ടല്ലോ. ആ മതത്തിനെന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. ഭാരത സംസ്കാരവുമായിട്ട് ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രാചീന മതമാണ് ഹിന്ദുമതം. ചന്തുക്കുട്ടി, എല്ലാ മതങ്ങളും പവിത്രമാണ്. എല്ലാ മതങ്ങളുടെയും സന്ദേശവും ഒന്ന് തന്നെ, മനുഷ്യ നന്മ. ദൈവവും ഒന്നേ ഉള്ളൂ, അല്ലേ? അതെ അച്ചോ, എല്ലാവരും അങ്ങനെയാ പറയുന്നത്. മതത്തിനല്ല, മനുഷ്യനാണ് ഒന്നാമത്തെ പരിഗണന. അത് കഴിഞ്ഞ് രണ്ടാമതാണ് മതം.
ഇപ്പൊ തന്നെ പത്രങ്ങളും നാട്ടുകാരുമൊക്കെ ചന്തുക്കുട്ടിയെ പ്രശംസിക്കുകയും അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്തില്ലേ? അത് മതം നോക്കിയാണോ? അല്ലല്ലോ. നമ്മൾ പത്രങ്ങളിലൂടെയും ടി വിയിലൂടെയും ദിവസവും കേൾക്കുന്ന അറിയുന്ന വാർത്തകളാണ് മതത്തിൻ്റെ മറവിൽ നിരപരാധികളായ മനുഷ്യരെ ബോംബിട്ടും വെടിവെച്ചും കൊല്ലുന്ന ദയനീയ വാർത്ത. അതെ അതെ, കൊല്ലുന്ന രാഷ്ട്രീയത്തെയും കൊല്ലുന്ന മതത്തെയും മനുഷ്യകുലം തള്ളിക്കളയും. അത് നിലനിൽക്കില്ല. ആളെ കൊല്ലുന്നാച്ചാ പിന്നെന്തിനാ മതം? അതെ, ഒരു മതം ശരി പോരാ എന്ന തോന്നലിൽ നിന്നാണല്ലോ മറ്റൊരു മതത്തിൽ പോയാലോ എന്ന് ചിന്തിക്കുന്നത്. മതങ്ങൾക്കിവിടെ ഒരു കുഴപ്പവുമില്ല. മതങ്ങൾക്കുള്ളിലെ മനുഷ്യർക്കാണ് കുഴപ്പം. കുഴപ്പം പിടിച്ചവരാവട്ടെ എല്ലാ മതങ്ങളിലും ഉണ്ട് താനും. ഒന്നും ഒന്നിനേക്കാൾ വ്യത്യസ്തമല്ല. എല്ലാം നല്ലത് തന്നെ. അച്ഛൻ പറഞ്ഞതാ ശരി. എൻ്റെ ഒരു പൊട്ട ബുദ്ധിക്ക് തോന്നിയതാണ് എല്ലാ മതവും നല്ലതാ, മനുഷ്യരാ നല്ലതല്ലാത്തത്. എന്നാ ഞാൻ പോട്ടെ അച്ചു. ശരി കുഞ്ഞെ, പോയി വരും. പിന്നെ ഞങ്ങളുടെ വിനയോട് അന്വേഷണം പറയണം. നിങ്ങൾക്ക് ദൈവം നല്ലത് വരുത്തട്ടെ. ഈ കൊച്ചു സിനിമയുടെ നിർമ്മാണത്തിൽ പങ്കാളികളായവർക്കെല്ലാം തന്നെ വ്യക്തമായ മതവും രാഷ്ട്രീയവുമുണ്ട്. ഇവ രണ്ടും ഇവിടെ നിലനിൽക്കേണ്ടത് തന്നെയാണ്. രാജ്യം കാക്കുന്ന പട്ടാളക്കാരെ പോലെ കൊല്ലാനും മരിക്കാനും മതത്തിനും രാഷ്ട്രീയത്തിനും ആയുധമേന്തിയ കാവലാളുടെ അനിവാര്യതയില്ല. സ്നേഹം കൊണ്ട് പണിത മതിൽക്കെട്ടുകളാണ് ഓരോ മതത്തിൻ്റെയും അതിരുകൾ നിർണ്ണയിക്കേണ്ടത്.